മട്ടന്നൂരിൽ വി കെ സനോജ് 554 വോട്ടുകൾക്ക് മാത്രം മുന്നിലാണ്. അതായത് മട്ടന്നൂർ എന്ന് പറയുന്ന ഇടത് കോട്ടയിൽ കഴിഞ്ഞ തവണ കെ ശൈലജയ്ക്ക് സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 554 വോട്ടുകളുടെ മാത്രം ലീഡ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ ശക്തമായ മത്സരം നടക്കുന്നതിന്റെ ബാക്കി പത്രമാണോ ആ ലീഡ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വരും. ചേർത്തലയിൽ പി പ്രസാദ് തിരിച്ചു വരികയാണ്. അദ്ദേഹം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. നാട്ടികയിൽ ഗീതാ ഗോപിയും മുന്നിട്ട് നിൽക്കുകയാണ്. 2063 വോട്ടുകൾ ഗീതാ ഗോപി മുന്നോട്ട് വരികയാണ്. ധർമ്മടത്ത് അബ്ദുൾ റഷീദ് 2077 വോട്ടുകൾക്ക് മുന്നിലാണ്. പിണറായി വിജയൻ മൂന്നാം റൗണ്ട് എണ്ണി തീരാറാകുമ്പോഴും പിന്നിട്ട് തന്നെ നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റുമാനൂരാണ്. വി എൻ വാസവൻ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പിന്നിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 9483 വോട്ടിന്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോഴാണ് 9483 വോട്ടുകൾക്ക് ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് വി എൻ വാസവനെ പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ മുന്നേറ്റം. 89 ഇടത്ത് യു ഡി എഫ്, 48 ഇടത്ത് എൽ ഡി എഫ്, കേവലം 3 ഇടത്ത് എൻ ഡി എയുടെ ലീഡ് നില ചിലയിടത്ത് മാറി മറിയുകയാണ്. കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ വൻ മുന്നേറ്റമാണ് യു ഡി എഫ് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 14 മന്ത്രിമാരടക്കമുള്ളവർ പിന്നിലേക്ക് വരുന്നു. പേരാവൂരിൽ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ പിന്നിലേക്ക് പോകുക എങ്കിൽ പോലും ഇപ്പോൾ കെ ശൈലജയുടെ ലീഡ് മെല്ലെ ഉയർത്തുകയാണ്. തളിപ്പറമ്പിൽ പി കെ ശ്യാമള പിന്നിലാവുകയാണ്. എന്നാൽ നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് 9 ഇടമുള്ള കോട്ടയത്ത് 6 ഇടത്ത് യു ഡി എഫും 3 ഇടത്ത് എൽ ഡി എഫുമാണ്. അവിടെ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ഇടുക്കിയിൽ 5 സീറ്റുള്ള ഇടുക്കിയിൽ 5 ഇടത്തും യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മുഴുവൻ സീറ്റുകളിലും ലീഡാണ് അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ 13 ഇടത്ത് 9 ഇടത്ത് എൽ ഡി എഫും 4 ഇടത്ത് യു ഡി എഫും. മൊത്തത്തിൽ യു ഡി എഫ് തരംഗമാണ് നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കാണാൻ സാധിക്കുന്നത്. 89 ഇടത്ത് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. 48 ഇടത്ത് എൽ ഡി എഫ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിലാണ് എന്നുള്ള വാർത്ത വീണ്ടും വരികയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ മുന്നിട്ട് നിന്നുവെങ്കിലും ഇപ്പോൾ പിന്നിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും. ഇനി കാഞ്ഞിരപ്പള്ളി, അതായത് കോട്ടയം ജില്ലയിലേക്ക് പരിശോധിക്കുമ്പോൾ റോണി കെ ബേബി അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹം ലീഡ് ഉയർത്തുകയാണ്. 1254 വോട്ടിന്റെ ലീഡാണ് നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബിക്കുള്ളത്. സിറ്റിംഗ് MLA എൻ ജയരാജ് അദ്ദേഹത്തിന് 6223 വോട്ടുകളാണ് അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നത്. ശക്തമായ മത്സരം നടന്ന മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് സാധിക്കുകയാണ്. തൃശ്ശൂരിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് ഇപ്പോൾ മുന്നിലെത്തുന്നു. 800-ൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. തൃത്താലയിൽ MB രാജേഷ് ഇപ്പോഴും പിന്നിലേക്ക് പോവുകയാണ്. VT ബൽറാമിന്റെ ലീഡ് നില അദ്ദേഹം ഉയർത്തുന്നു. 1091 VT ബൽറാമിന്റെ ലീഡ് ഉയരുകയാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകുന്നില്ല. ക്രമാനുഗതമായി അവരുടെ ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരികയാണ്. കുന്നത്തുനാട് VP സജീന്ദ്രൻ മികച്ച ലീഡിലേക്ക് പോവുകയാണ്. 11,000-ഓളം ലീഡിലേക്ക് VP സജീന്ദ്രൻ എത്തുന്നു. ആറ്റിങ്ങലിൽ, തിരുവനന്തപുരം ആറ്റിങ്ങലിൽ OS അംബിക തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. തിരുവല്ലയിൽ ലീഡ് നില ചെറുതായി ഒന്ന് കുറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അനൂപ് ആന്റണി NDA സ്ഥാനാർത്ഥി തന്നെയാണ്. മാനന്തവാടിയിൽ OR കേളു ലീഡ് നില തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വീണ്ടും ലീഡ് നില തിരിച്ചു പിടിക്കുന്നു. 737 ലീഡ് ഉയർത്തുകയാണ്. രമേശ് മിശ്രയുടെ പിന്നിലേക്ക് പോവുകയാണ്. ഇനി ബേപ്പൂരിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരുന്നു. അഴീക്കോട് KV സുമേഷ് LDF സ്ഥാനാർത്ഥി അദ്ദേഹം ലീഡ് നില ഉയർത്തുന്നു. അദ്ദേഹം മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലിജിൻ, നമുക്ക് വളരെ പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകാം. തമിഴ്നാട്ടിൽ വൻ കുതിപ്പുമായി വിജയുടെ പാർട്ടി TVK മുന്നേറുകയാണ്. 100 സീറ്റുകളിൽ TVK നിലവിൽ മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DMKക്ക് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. DMK 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. 53 സീറ്റ് മാത്രമാണ് നിലവിൽ DMKക്കുള്ളത്. അണ്ണാ DMK 79 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി MK സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും അവരവരുടെ മണ്ഡലങ്ങളിൽ പിന്നിട്ട് നിൽക്കുകയാണ്. അതായത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മുഖ്യമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ BJP കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുകയാണ്. ലീഡ് നിലയിൽ തൃണമൂൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്തള്ളിയിരിക്കുകയാണ് BJP. ദീർഘകാലമായുള്ള ബംഗാൾ പിടിക്കാനുള്ള അവരുടെ പദ്ധതി വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ലീഡ് നിലയിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് UDF ഒരു തേരോട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. UDF 91 സീറ്റുകളിലായി ലീഡ് നില ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. LDF 46 ഇടത്ത്, NDA
മൂന്നിടത്തായി മാറുന്നു. കായംകുളത്ത് UDF ആഘോഷം തുടങ്ങി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എം ലിജുവിനെ സംബന്ധിച്ച് ഇത് ആഹ്ലാദ നിമിഷം തന്നെ. അദ്ദേഹം കരഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണയെങ്കിലും ജയിച്ചേ തീരൂ എന്ന്. എന്തായാലും കായംകുളത്തുകാർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച, UDF അവിടെ മുന്നേറുന്നൊരു കാഴ്ച. തീർച്ചയായിട്ടും മറ്റൊരു ഇടമാണ് അമ്പലപ്പുഴ. ജി സുധാകരൻ ഒരിക്കൽ പോലും അദ്ദേഹം പിന്നിലേക്ക് നോക്കേണ്ടി വരുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കായംകുളത്ത് നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ലീഡ് 1327ലേക്ക് എം ലിജു ലീഡ് നില ഉയർത്തുകയാണ്. കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ചവറയിൽ ഷിബു ബേബി ജോൺ 6805 വോട്ടുകൾക്ക് നിലവിൽ മുന്നിലാണ്. പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കൾ അമ്പലപ്പുഴയിൽ H സലാം ഇപ്പോഴും പിന്നിലാണ്. അവിടെയാണ് വലിയ തേരോട്ടം നടത്തുന്നത്. ജി സുധാകരൻ, പേരാവൂരിൽ KK ശൈലജ നേരിയ ലീഡിനെങ്കിലും ഇപ്പോഴും മുന്നിലാണ്. APCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പിന്നിലാണ്. കരുനാഗപ്പള്ളിയിൽ പതിവ് പോലെ തന്നെ CR മഹേഷ് ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റുമാനൂരാണ് VN വാസവനെ പിന്നിലാക്കിക്കൊണ്ട് നാട്ടകം സുരേഷ് 9483 വോട്ടിന്റെ ലീഡാണ് നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കോട്ടയം ജില്ലയിലെ മറ്റൊരു മണ്ഡലം പുതുപ്പള്ളിയിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അവിടെ ചാണ്ടി ഉമ്മൻ തന്നെയാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. ഉടുമ്പൻചോല അടക്കമുള്ളിടത്ത് LDF-ന് പൂർണ്ണമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഇടുക്കി മണ്ഡലം പൂർണ്ണമായിട്ടും, ഇടുക്കിയിലും അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല, പെരുമേട് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. വോട്ടെണ്ണൽ തുടങ്ങി 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ ആകെ ചിത്രം എങ്ങനെയാണ് എന്ന് നോക്കാം. 91 UDF മുന്നിട്ട് നിൽക്കുന്നു.